ഇലക്ട്രോ മറൈൻ മാനിയ സെൻഷൈൻ മ്യൂസിയത്തിലേക്ക് സ്വാഗതം. ജർമ്മനിയിലാണ് ഈ സെൻഷൈൻ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ഡെട്രോയിറ്റ് എഞ്ചിൻ നിർമ്മിതിയിൽ പെടുന്ന ഒരു കാറുമായിട്ടാണ് ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ടോട്ടൽ എത്ര 16 സെക്കൻഡ് മതി ഇതിന് ഒരു ക്വാർട്ടർ മൈൽ ഓടിക്കാൻ. എത്ര 8 സിലിണ്ടർ എഞ്ചിൻ. എയറിൻ്റെ ഒക്കെ ഡിസ്ട്രിബ്യൂഷനൊക്കെ കണ്ടോ? എൻ്റെ അമ്മ യാത്രന്ന് ഓടിക്കണം. സ്റ്റിയറിങ് എന്തോ ഫുള്ള് ചെയ്ത് ചെയ്യുന്നത് ഓപ്പലിനെയാണ്. സ്പോർട്സ് റേസിംഗ് കാറാണ്. ബാക്കിലത്തെ വെയിലുണ്ടോ തോലി? ആണ്ടാ സാലി മിനി സാലി കണ്ടോ? To be fast if you are the beautiful. ഉണ്ടല്ലേ ഡ്രാഗ് റേസിങ് ജീൻസാ ചെറിയത് ഡ്രാഗ് റേസിങ് കാർസ് ആയതല്ല. ഇത് എയറോഡൈനാമിക്സിന്റെ പീക്ക് വണ്ടികളാണ്. സാരി മോട്ടർ ഏതായിരിക്കുന്നത് അതിനകത്തിരിക്കുന്നത്? എഞ്ചിൻ സ്റ്റിയറിംഗ് ഉണ്ടോ? ഇതിനകത്ത് ഇരുന്നിട്ട് ഇത് താക്കുക, ഇത് അടയ്ക്കും. ഇന്ന് നോക്കി ഇത് അകത്ത് കയറി ഇരുന്നിട്ട് ഇങ്ങനെ അടയ്ക്കത്തേ ഉള്ളൂ. പക്ഷെ ഡോറൊന്നും ഇല്ല കേട്ടോ. ഇതിനകത്ത് കയറും ആദ്യമേ. ഇതിങ്ങനെ അടച്ചങ്ങോട്ട് താഴോട്ടങ്ങ് അടച്ചങ്ങോട്ട്. ഇല്ലല്ല, അത് താഴ്ത്തി വയ്ക്കും. അതെടുത്ത് മാറ്റുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് ഇല്ല കമ്പി വന്ന് വീഴും. ആ സാധനം വന്ന് ആ കുഴിയിലോട്ട് ഈ കമ്പിയിലോട്ട് വീഴും, ഈ കമ്പിയിലോട്ട് വീഴും. അപ്പോഴത്തേക്ക് ഇതിനകത്ത് ഡോറൊന്നും ഇല്ലല്ലോ പ്രത്യേകിച്ച്. അങ്ങനെ ആ ഒരു ഇത് നോക്കി സാറി SS ഇത് കണക്ക് തന്നെ. SS എന്ന് പറഞ്ഞ വണ്ടിയുണ്ട്. SS Wow, beautiful. Pontiac Chieftain. ഇതാണ് പോയ കാറ്. ഇപ്പോഴത്തേക്ക് ഇറങ്ങുന്നതൊക്കെ കാറാണോ? സെറ്റ് തന്നല്ലേ. പോണ്ടിയാക്ക് ടോപ്പ് എൻഡ് മോഡലാണ്. V12 ആണ് എഞ്ചിൻ. 1956 ഇങ്ങനത്തെ ഒരു കാർ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഇപ്പോഴത്തെ കമ്പനികൾ എന്തുമാത്രം സ്മാളായിട്ടുള്ള കാർസുകളാണ് ഉണ്ടാക്കുന്നത്. കോമ്പാക്റ്റ് ഇതാണ് കാർ. നീളം എങ്ങനെ കണ്ടോ? പിന്നെ മിനി ബസ്സിൻ്റെ അത്രയുണ്ട്. ഇവിടുത്തെ മിക്ക കാറുകളും ഇത് കണക്കാണ് കണ്ടിട്ടുള്ളത്. ഹാർലി ഡേവിഡ്സന്റെ FLH ആണ്. 1971, 62 PS, 1207 cc, 2 സിലിണ്ടർ.
1981 66 PS 1207 cc ഉണ്ടാക്കിയ വണ്ടിയാണിത്. ഇത് മിൽവാക്കിയിൽ USA ഉണ്ടാക്കിയ ഒരു എഞ്ചിനാണ്. പ്രൊഡക്ഷനും എല്ലാം അവിടെ തന്നെയായിരുന്നു 1902. ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നല്ല ഹൈലി കംഫർട്ടബിളും ഒരു ലോങ് റൈഡ്സിന് നല്ല പൊസിഷൻ തരുന്നതുമായിട്ടുള്ള വണ്ടിയാണിത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് ദ എക്സ്ട്രീംലി കംഫർട്ടബിൾ ലോങ് ഡിസ്റ്റൻസ് വെഹിക്കിൾ വിച്ച് ബിക്കെയിം കൾട്ട് ഒബ്ജക്റ്റ് ഇൻ ദ 50s ആൻഡ് 60s 1950കളിലും 60കളിലും ആർ സ്റ്റിൽ ഗെറ്റിംഗ് ലോട്ട്സ് ഓഫ് ഫാൻസ് ഓൾദോ ദേ ആർ ഓൺ ദ മാർക്കറ്റ് സിൻസ് 1950. 1950 വരെ വിത്തൗട്ട് സിഗ്നിഫിക്കൻ്റ് ആൾട്രേഷൻ ഒന്നും ഇല്ലാതെ 1950 വരെ ഒരു ആൾട്രേഷൻ ഈ വണ്ടിയിൽ വരുത്തിയിട്ടില്ല. ആ കാരണത്താൽ തന്നെ എല്ലാവർക്കും പ്രിയങ്കരമായിട്ടുള്ളൊരു മോഡലാണിത് കേട്ടോ. എഞ്ചിൻ കേട്ടോ ഫാൻസി ഇതാണ് കേട്ടോ, ഫാൻ എഞ്ചിനാണിത്, സൂപ്പർ. ഇതിൻ്റെയൊക്കെ മെക്കാനിക്കായിരുന്നു നമ്മുടെ ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്ന. ഇത് SS ആണ്, ഇമ്പാല ഉള്ളവനാണ് അന്ന് ഇന്നും എപ്പോഴും ഇതുള്ളവൻ കാശുകാരനാണ്. അത് പൈസയുടെ കാര്യത്തിലല്ല, ഒരു പ്രത്യേക റൈഡിങ് ഇതാണ്, കംഫർട്ടാണ്. ഹാബിൾ ഡേവിഡ്സൻ്റെ 1942 27 PS ആയിട്ടുള്ള 743 cc ലാറ്ററൽ വാൽവ്സ് ഉള്ള ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള WL സീരീസ് എഞ്ചിനാണിത്. K സീരീസ് എഞ്ചിനെന്ന് പ്രത്യേകിച്ച് വിശേഷിപ്പിക്കുന്ന ഈ ഒരു എഞ്ചിൻ 90,000 യൂണിറ്റാണ് ഈ ഒരു WLA മോഡൽ ഉണ്ടാക്കിയിരിക്കുന്നത്. A സ്റ്റാൻഡ് ഫോർ ആർമി, WLA എന്നിട്ട് WL ആർമി എന്നാണ് പറയുന്നത്. ഈ പഠനത്തിന് വേണ്ടിയിട്ട് കൂടിയുള്ള ബൈക്കാണ്. ഇതിൻ്റെ ഫ്രണ്ട് കാണിച്ചു തരാം. കോഡനുസരിച്ച് അവൻ കണ്ടോ, സ്വന്തമായിട്ട് മ്യൂസിക് കമ്പോസ് ചെയ്യുന്ന മെഷീൻ. അതിനകത്തുള്ള കോഡിനനുസരിച്ച് അത് കറക്റ്റായിട്ട് എന്ത് കഴിവുള്ള മനുഷ്യന്മാരാ ജർമ്മനിയിലുള്ളതെന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടോ? ലൈഫിൽ ഇതൊക്കെയാണ് സത്യം പറഞ്ഞാൽ വാല്യുബിൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കാണാനുള്ളത്. അല്ല, അടികൂടിയും തമ്മിലടിക്കുകയും വഴക്കൂടിയും ചെയ്യുന്ന ഒരു സമൂഹമല്ല നമുക്ക് വേണ്ടത്. കണ്ടോ ടെക്നോളജി.
കോൺകോട് വിമാനത്തിന്റെ ഉൾവശത്തിലേക്കാണ് കയറാൻ പോകുന്നത്. കോൺകോട് എന്ന് പറയുന്നത് ഒരു കാലത്ത് എൻ്റെ ഹരമായിരുന്നു. അതിലാദ്യമായിട്ടൊന്ന് കയറണമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് അത് ഔട്ടാക്കി കളഞ്ഞു. പക്ഷേ കോൺകോടിൽ ഇപ്പോൾ കയറാൻ പറ്റി. ആ വിമാനം അതുപോലെ തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ്. ആദ്യമായിട്ട് കയറുന്നു. ഇതുണ്ടോ സരി, ഇതുണ്ടോ സെറ്റില് ചരിഞ്ഞ പ്രതലം പോലെയാണ് ഈ അതുകൊണ്ട് തന്നെ ഒരു ഇൻക്ലൈൻ ആക്സിസ് നമുക്ക് കയറാം. ഈസിയാക്കാൻ വേണ്ടിട്ടേ ഒരു സൈഡ് ഒതുക്കിയതാ. ഇവിടെ ഒരുപാട് സീറ്റ് മാറ്റിയിട്ടുണ്ട് ക്യൂവിൽ. അതുകൊണ്ടാണ് ഈ ഒരു സീറ്റ് എല്ലാം ഇവിടെ നിന്ന് മാറ്റിയിരിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് ഡീകമ്മീഷൻ ചെയ്ത് കോൺകോട് വിമാനത്തിൻ്റെ ഉൾഭാഗമാണ്. കോൺകോട് വിമാനത്തിന് നല്ലതുപോലെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫുള്ള് പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ച് സ്ക്രൂ ചെയ്തിരിക്കുകയാണ്. കംപ്ലീറ്റ് പ്ലാസ്റ്റിക് റാപ്പിഡ് വിമാനമാണ്. ജനലിലോ ഒരു സ്ഥലത്തും ആക്സസ് ഇല്ല. എന്ന് വെച്ചാൽ നമുക്ക് എല്ലാം നിന്ന് കാണാൻ പറ്റും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ായിട്ടുള്ള അകത്ത ആ ഒരു കണ്ടീഷൻസ് കാര്യങ്ങളൊക്കെ ഇത് ഡോറ് എക്സിറ്റ് ടോയ്ലറ്റിൽ ഇരിക്കും. ഇവിടെയുണ്ട് കഴിഞ്ഞിട്ട് ക്യാബിൻ ടോയ്ലറ്റ്. നമ്മളങ്ങനെ വീഡിയോ എടുത്തോ. നമ്മളങ്ങനെ കയറിയ നമ്മളുടെ കോൺകോഡിൽ നിന്ന് വിട പറയുകയാണ്. വളരെ മനോഹരമായിരുന്നു. ബൈ ബൈ.